എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മള് തിരുവനന്തപുരം ചാലക്കകത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പം ചാലയിലെ കാഴ്ചകളൊക്കെ നമുക്ക് പോയിട്ട് കാണാം. ഇപ്പൊ നമ്മൾ പോകുന്നത് ഇത് റോഡ് എന്ന് പറയുന്നത് പാളയമാണ്. പാളയം അതല്ല സ്റ്റേഡിയം, പാളയം സ്റ്റേഡിയം അതല്ലേ, സ്റ്റേഡിയത്തിന്റെ കാഴ്ചകളാണ് കാണുന്നത്. ഇപ്പൊ നമ്മള് പാളയം പള്ളി, പാളയം പള്ളിയാണ് കണ്ടത്. അതാണ് പാളയം പള്ളി. അവിടെ ഒരു പോകുന്നുണ്ട്, ഗണപതി അമ്പലം അല്ലേ? ഗണപതി അമ്പലം ഒരു ക്ഷേത്രമാണ്. ഇത് പാളയം മാർക്കറ്റിലേക്ക് പോകുന്ന റോഡാണ്. ഈ ഇടത്തോട്ടുള്ളത് പാളയം മാർക്കറ്റിലേക്ക് പോകുന്നത്. ഈ പാളയം മാർക്കറ്റ്. അതായത് നമ്മള് പാളയം സിഗ്നലിലാണ് ഇപ്പൊ നമ്മള് പൊക്കോണ്ടിരിക്കുന്നത്. നല്ലൊരു കോളേജ് ഉണ്ടല്ലോ ഇവിടെ വലത്തെ സൈഡില്, കോളേജ്. അവിടെ ഒരു കോളേജ് ഉണ്ട്. നമുക്ക് ഈ ചെറിയ മഴച്ചാറ്റിലും ഉണ്ട്, വെയിലും ഉണ്ട്. ഇപ്പം മഴയും വെയിലും കുറുക്കന്റെ കല്യാണം എന്നാണ് പറയുന്നത്, പണ്ട് പറയുന്നത്. ഇപ്പൊ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഞങ്ങൾ വേണ്ട സ്റ്റാച്ചു എത്താറായി. കാരണം സിഗ്നലിന്റെ അടുത്തെത്തി. ഇവിടെയാണ് സെക്രട്ടേറിയറ്റ് പോകുന്നത്, കാറ്റടിച്ചിട്ട്. അതേപോലെ നമ്മൾ വന്ന വഴിക്ക് വെള്ളയമ്പലത്തും അതേപോലെ ഇതുണ്ടായിരുന്നു, അതിൻ്റെ അടുത്ത് മറിക്കുന്ന പോലെ ഉള്ളത്. അതാണ് പുളിമൂട് അല്ലേ? ആശുപത്രി മനേറ പോപ്പീസൊക്കെ കാണാം. വേണ്ട, ഇതാണ് പോപ്പീസ്. പോപ്പീസ് പറഞ്ഞിട്ട് അത് സംസാരിക്കും ഉണ്ടായിരുന്നു. നമ്മൾ ഓവർക്കുറിച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളെത്തി. ഓവർക്കുറിച്ച് ഈ ബസ്സൊക്കെയാണ് ഓടിച്ച് നിർത്താതെ റോഡിലൊക്കെയാണ് കൊണ്ട് കയറ്റി വരുന്നത്. പകുതി ഉള്ളു ഇപ്പുറത്താണ് വരുന്നത്. ഈ വയനാട് അപ്പുറത്ത് നിർത്തേണ്ട ഒരു ഈ സൈഡിൽ. ഓഫീസില് കിടക്കുന്ന കിഴക്കോട്ട് വരുമ്പോഴത്തേക്ക് ഇതിന്റെ മുകളിൽ മേൽപ്പാലം കാണാൻ പറ്റും. പിന്നെ ഇപ്പൊ നമ്മള് കിഴക്കേക്കോട്ട എത്തി അല്ലേ? കിഴക്കേക്കോട്ടയുടെ അങ്ങോട്ട് ഇവിടുത്തെ ഇതെല്ലാം കാണാം. പിന്നെ ബ്ലോക്കില് ട്രാഫിക്കിൽ അവിടെ നമ്മളെത്തി.
പഴയങ്ങാടി ക്ഷേത്രത്തിന്റെ അടുത്തെത്തി ഇല്ലേ? പഴയങ്ങാടി ക്ഷേത്രത്തിന്റെ അടുത്തെത്തി. പഴയങ്ങാടിയെല്ലാം കാണാം. ക്ഷേത്രം കാണാം. ചാലക്കകത്താണ് നമ്മൾ പോകുന്നത്. പറ ബസ് രണ്ടും കൊണ്ടുവന്ന് അടുത്ത് കൊണ്ടുവന്ന് ബ്ലോക്കാക്കി അഡ് ചെയ്യുക. രണ്ട് ബസ് കൊണ്ടുവന്ന് അടുക്കടുക്ക് ഇട്ടിരിക്കുക. ഇതിന് പോകാൻ വഴി നമുക്ക് എന്തായാലും ബൈക്ക് ഇവിടെ വെച്ചിട്ട് പോവാം. ഇവിടെ നമുക്ക് ബൈക്ക് വെച്ചിട്ട് പോവാം. നമുക്കിനി അടുത്ത മഹാത്മാഗാന്ധിയുടെ വായിരുത് എടുക്കന്നെ. മഹാത്മാഗാന്ധിയുടെ അതാണ്. ഇത് നമ്മള് കിഴക്കേക്കോട്ടയിലാണ്. കിഴക്കേക്കോട്ടെ പാർക്കിന്റെ സൈഡിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ചാലക്കകത്തോട്ട് പോകുന്ന ആ റോഡിലേക്കുള്ള ഇതാണ് ഈ കാണുന്നത്. നമുക്കിപ്പം ചാലക്കകത്തോട്ട് ഒന്ന് പോവാം. ഈ ഷോർട്ട് വീഡിയോ നമ്മൾ ചാലക്കകത്തോട്ട് പോവാം. വാ, ചാലക്കകത്തോട്ട് ഇവിടെ എല്ലായിടത്തും മാമ്പഴങ്ങൾ ഫ്രൂട്ട്സ് കഴിച്ച എല്ലാ ഐറ്റങ്ങളും ഇവിടെ ഉണ്ട്. നമുക്ക് അപ്പുറത്തോട്ട് ഫാൻസി കടയ്ക്കകത്തോട്ട് കൂടി ഒന്ന് പോയിട്ട് വന്നാലോ? ആ സൈഡ് വേണ്ട അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ടാകും. നിറച്ചും ഫ്രൂട്ട്സ് കടയാണ് നമ്മുടെ കംപ്ലീറ്റ്. ബാ, ഇതിനകത്തോട്ടൊക്കെ കടകളുണ്ട്. പക്ഷെ തുണിക്കടകളും അങ്ങനെയൊക്കെ ഫാൻസി ഐറ്റം ഇതെല്ലാം ഫാൻസി ഐറ്റം നമ്മള് ചാലക്കകത്തോട്ട് വരുന്നില്ലേ, ആ റോഡിന്റെ അകത്തോട്ട് വരുന്ന വഴിയാണ് നമ്മുടെ. അതിനകത്തൂടെയൊക്കെയുള്ള റോഡുകളും ഫാൻസി ഐറ്റങ്ങളും സ്വർണ്ണക്കട അങ്ങനെയൊക്കെയുള്ള കടകള്. ഒരിക്കൽ ഇതിലെ നമ്മൾ വരണ്ടായിരുന്നു. നമ്മൾ അപ്പുറത്തൂടെ പോയി ഇതെല്ലാം കടകള്, ഫാൻസി കടകൾ അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇവിടെ ഒരു ചെറിയ ക്ഷേത്രമുണ്ട് കണ്ടോ, ഈ സൈഡില് ഒരു വലിയൊരു ആലും ക്ഷേത്രമായിട്ടൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. വാ വാ വാ.
ഇവിടെ എല്ലാം ഹോൾസെയിൽ പോലത്തെ ഫാൻസി കടകളാണ് ഇവിടെ അത് തന്നെ ഫാൻസിയുടെ ഐറ്റങ്ങൾ. ക്യാമറ ഓണാണോ അല്ല ഇത് ഓണാണോ നോക്കും. പണ്ട് ഫാൻസിയുടെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി വരുന്ന കടകളാണ്. സ്വർണ്ണക്കട ഉള്ള സ്ഥലമാണ് ഇവിടെ. മറ്റേ നമ്മള് ചെടിയൊക്കെ പിടിക്കില്ലേ, അങ്ങനെയൊക്കെ ഉള്ള സംഭവം എന്തൊക്കെയാണ്. വലിയ വലിയ തുണിക്കട ഉള്ള കട. കംപ്ലീറ്റ് സ്വർണ്ണക്കടകളാണ് ഏറ്റവും കൂടുതലും ഈ ചാലക്കകത്തോട്ട് കയറി കഴിയും. നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. ചാലക്കകത്ത് കടകള് പാത്രക്കടകള് പാത്രക്കടകള് ഇവിടെ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടകളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഈ ഭാഗത്ത്. ഈ ചാല ഏരിയയിൽ കയറി വന്നു കഴിഞ്ഞാൽ അതിനകത്തോട്ട് കയറി വന്നു കഴിഞ്ഞാലേ സ്വർണ്ണക്കട. പള്ളി ഇരിക്കുന്നുണ്ടോ? മുസ്ലിം പള്ളി. ടോപ്പ് ഒക്കെയാണ് ഹൈറ്റ്. നമ്മൾ വന്ന വഴിയാ കാണുന്നതെല്ലാം നമ്മൾ വന്ന വഴിയാ. എന്താ ഇവിടെ ഇതിനകത്തൊക്കെ ഒരുപാട് കടകളുണ്ട്. എല്ലാ ഐറ്റം സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ കടകൾ ഇവിടെ ഉണ്ട്. പക്ഷെ ഞാൻ നേരത്തെ നമ്മള് കട ഇട്ടിരുന്ന സമയത്തൊക്കെ നമ്മൾ ഇവിടെ വന്നാണ് ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വന്നാ ഹോൾസെയിൽ സാധനമായിട്ട് നമുക്കിവിടെ വാങ്ങിക്കാൻ പറ്റും. അതൊക്കെ ഒരുപാട് ഇവിടെ പൂക്കടകളുണ്ടോ?